പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് ഗൾഫിൽ ജയിലിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അനന്തപുരിയിലുള്ള എല്ലാവരും അറിഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ അബി പുറത്ത് പോയതിന് ശേഷം ജലജ വിളിക്കുമ്പം ജലജ പറയുന്നുണ്ട്, എടാ ഇവിടെ നെഞ്ചത്തടിയും കരച്ചിലും ഒക്കെ തുടങ്ങി എന്ന് പറയുമ്പം അബി ചോദിക്കുന്നുണ്ട്, അപ്പം അതൊരു മരണവീടായി തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ നയന പറയുന്നുണ്ട്, അയാൾ ജയിലായതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അബിയേക്കാൾ മുന്നേ ജയിലാകേണ്ടത് അയാളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആദർശ് വീട്ടിലോട്ട് തിരിച്ചു വരുന്നതാണ്. രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. പുറത്ത് നയനയും ദേവയാനിയും ഇരിപ്പുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷം, ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു, ദേവയാനെ ആശ്വസിപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആദർശ് റൂമിലേക്ക് പോവുകയാണ്. അവിടെ പോയിരുന്നും രണ്ടുപേരും കുറേ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, നമുക്ക് കേൾപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ് ആ നയനയുടെ റൂമിലേക്ക് വരുന്ന ജലജയാണ് കാണിക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇവർക്ക് സങ്കടമാണല്ലോ, ആദർശ് അങ്ങ് ജയിലിലാണല്ലോ എന്നോർത്ത്. ആദർശ് വന്നത് ഇവരാരും അറിഞ്ഞിട്ടില്ല കേട്ടോ. നവ്യയും നയനയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. ആ റൂമിലൊക്കെ കയറി ഒന്ന് വട്ടം കറങ്ങി നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നയനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് നവ്യയുടെ. ഈ സമയം ആദർശ് ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ആദർശ് മാറി നിൽക്കുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നറിയാൻ വേണ്ടിയാണോ എന്നും അറിയില്ല. അതുപോലെ അനിയും നവീനെയും കാണിക്കുന്നുണ്ട്. നവീൻ്റെ കാര്യം എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് അനി. പിന്നീട് നന്ദുവിനോട് വന്ന് സംസാരിക്കുന്ന അനിയും കാണിക്കുന്നുണ്ട്. എനിക്ക് ആകെ സങ്കടമാണ്, ഇത് ഏത് രീതിയിൽ അവതരിപ്പിക്കണം, ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. നന്ദുവിന് നല്ല രീതിയിൽ ഇഷ്ടമാണല്ലോ നവീനെ, അത് മറ്റൊരു രീതിയിൽ പ്രേമമായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട് എനിക്ക്. ഇതൊക്കെയാണ് പ്രേമമായിട്ട് കാണിച്ചത്.